അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പഠനം മധുരത്തിൽ ഇന്ന് നമ്മുടെ പുസ്തകം പരിചയപ്പെടുത്തലാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പാട്ടും മിന്നാമിനുങ്ങിൻ്റെ ഒരു പാട്ടുണ്ട്. ചെറിയ പാട്ട്, കുഞ്ഞി പാട്ടുകൾ. മിന്നി മറയുന്ന മിന്നാമിനുങ്ങേ, മുന്നിൽ വരൂ ചെറുദീപച്ചിണുങ്ങേ, മന്നാനവന്റെ കുതിറത്ത് കണ്ട് മിന്നിത്തിളങ്ങുന്നു കൽബിൻ്റെ ഉള്ള്. അള്ളാഹുവിൻ്റെ കുതിറത്തിനെ ഓർമ്മിപ്പിക്കുന്ന ചെറിയൊരു വരികളാണ്. മിന്നി മറയുന്ന മിന്നാമിനുങ്ങേ, മുന്നിൽ വരൂ ചെറുദീപച്ചിണുങ്ങേ, മന്നാനവന്റെ കുതിറത്ത് കണ്ട് മിന്നിത്തിളങ്ങുന്നു കൽബിൻ്റെ ഉള്ള്. ഓരോ നോട്ടത്തിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും അതുപോലെ തഖ്വയും വർദ്ധിപ്പിക്കാൻ നമുക്ക് ഓരോ സൃഷ്ടികളിലും ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അത് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പാട്ട്. നമുക്കിന്ന് പറയാനുള്ളത് ഖിയാമത്ത് നാൾ ഏറ്റവും അടുക്കുമ്പോഴുണ്ടാകുന്നതും വളരെ പ്രധാനപ്പെട്ടതുമായ 10 അടയാളങ്ങളാണ്. 1. ഇമാം മഹദി റളിയല്ലാഹു പ്രത്യക്ഷപ്പെടുക. 2. ദജ്ജാൽ ലഅനത്തുല്ലാഹി അലൈഹി പുറപ്പെടുക. 3. ഈസാ നബി അലൈഹിസ്സലാം വാനലോകത്ത് നിന്ന് ഇറങ്ങി വരിക. 4. അദ്ദേഹം ദജ്ജാലിനെ കൊല്ലുക. ഏറ്റവും ഭീകരനായ ദജ്ജാൽ. കാരണം എല്ലാ നിസ്കാരത്തിലും നമ്മൾ മസീഹുദ് ദജ്ജാലിനെ തൊട്ട് കാവൽ ചോദിക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്രി വമിൻ അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യായ വമമാതി വമിൻ ഫിത്നത്തിൽ മസീഹുദ് ദജ്ജാൽ. 4 കാര്യങ്ങളെ തൊട്ട് കാവൽ ചോദിച്ചിട്ടാണ് നാം സലാം വീട്ടുന്നത് നിസ്കാരത്തിൽ. ഏറ്റവും അവസാനമുള്ളത് മസീഹുദ് ദജ്ജാലിൻ്റെ ഫിത്നയെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ടാണ് നാം നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത്. അപ്പം ദജ്ജാലിൻ്റെ ഫിത്ന നമ്മുടെ സങ്കല്പത്തിന് അപ്പുറമാണ്. അത്രയും ഭയാനകമായ ദജ്ജാലിനെ കുറിച്ചുള്ള കാവൽ ചോദിച്ചുകൊണ്ട് നാം എല്ലാ നിസ്കാരത്തിലും കാവൽ ചോദിക്കുന്നു. അപ്പം അത്രയ്ക്കും പ്രധാനമുള്ള ഒരു വിഷയമാണത്. അപ്പം നമ്മുടെ ഈമാനിൽ പെട്ടതാണ് അവസാന നാളിലുള്ള വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട അടയാളങ്ങളെക്കുറിച്ച് തിരിച്ചറിയലും നമുക്ക് അനിവാര്യമാണ്. ഇപ്പം 4-മതായി ദജ്ജാലിനെ കൊല്ലുക ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. 5-മത്തത് യഅജൂജ് മഅജൂജ് എന്ന നാശകാരികളായ 2 വർഗം പുറപ്പെടുക. 6-മത്തത് ദാബത്തുൽ അർള് എന്ന അത്ഭുത മൃഗം വെളിപ്പെടുക. 7. സൂര്യൻ അതിൻ്റെ അസ്തമാന സ്ഥലത്ത് നിന്ന് ഉദിക്കുക. എന്ന് കിഴക്കുദിക്കുന്ന സൂര്യൻ ഒരു ദിവസം പടിഞ്ഞാറ് നിന്ന് ഉദിക്കും. 8. അതിഭയങ്കരമായ ഒരു തീ ആളിക്കത്തുക. 9. പരിശുദ്ധ കഅബ ശരീഫ് പൊളിക്കുക. 10. പരിശുദ്ധ ഖുർആൻ